ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ പാർട്ട് 2 ആണ് കേട്ടോ. നമ്മളെ പഴയ കോഴിക്കൂട്ടിൻ്റെ കുട്ടികളിട്ടത് ഇപ്പിച്ച് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതായിട്ടോ. ഇതാണ് നമ്മൾ പുതിയ കോഴിക്കൂട്ട് ഇട്ടാത്ത കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ഇതാ ഈ ഷീറ്റ് നിർത്താം കേട്ടോ. കാർബോർഡ് നിർത്തിയാൽ മതി. നമുക്ക് ഷീറ്റ് അവിടെ നിർത്തണം. കുറച്ച് വടി വെച്ചോളി, കാറ്റോണ്ട് വെക്കൂ. പിന്നെ നമുക്ക് ഗ്ലൂക്കോസ് പൊടി വെള്ളം കലക്കി കൊടുക്കട്ടോ. എന്താ ഈ 2 പാത്രത്തിലാണ് കേട്ടോ. ഗ്ലൂക്കോസ് പൊടി കുലുക്കി കൊടുത്തിട്ട് ഫിൽറ്റർ ചെയ്ത വെള്ളം കൊണ്ട് ഇട്ട് കൊടുക്കട്ടോ. ഈ ഫിൽറ്റർ ചെയ്ത് കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി. പാകത്തിന് കാണിച്ചു തരാം നമുക്ക് എത്ര വേണ്ടിയാണ്. കുട്ടികളല്ലേ, ഇത്ര മതി കേട്ടോ വെള്ളം. ഇത് മൂടണം. മൂടിയിട്ട് നമുക്കിത് അവിടെ തൂക്കണം കേട്ടോ. ഇത് മൂടാൻ ഇത്തിരി പണിയിലാണെങ്കിലും നമ്മളിത് മൂടുന്നതാണ്. അപ്പോൾ നമ്മളിത് മൂടിയിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ. ഇനി ഇത് ഇവിടെ വെക്കട്ടെ. ഇനി നമുക്കിനി തീറ്റൻ്റെ കാര്യം നോക്കാം. ഇനി തീറ്റയാണ് കേട്ടോ പണി. ഇതാണ് നമ്മൾ തീറ്റ. ഇതേപോലെ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാണ് അതൊക്കെ കാണുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ അങ്ങനെ തോന്നെ ഇട്ട് കൊടുക്കണില്ല. കുറച്ചിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുള്ളൂ. കുട്ടികൾക്കാണ് കുറച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കുട്ടികൾക്ക് അവിടെ ആക്കി കൊടുക്കാനുള്ള നേരമായി. ഇതാണ് വച്ച ഡേറ്റൊക്കെ ഉണ്ട്. ഇനി നമ്മൾ കോഴിക്കുട്ടികളെ ഇടാൻ പോകുന്നു ഗൈസ്. ഇതാണ് നമ്മളെ കോഴിക്കുട്ടികൾ. ഇപ്പോൾ കാണാം ഓരോന്ന് പായും. ഇതാണ് നമ്മൾ കോഴിക്കുട്ടികൾ ഗൈസ്. അത് ഭംഗിയുള്ള കോഴിക്കുട്ടികളുണ്ട്. ഇത് മീനിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഇതൊക്കെ എല്ലാ കളറുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നോക്കാം, നല്ല രസമുള്ള കോഴിക്കുട്ടികളാണ് കേട്ടോ. ഇത് എല്ലാം കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കുറച്ച് കോഴിക്കുട്ടികൾ. നല്ല ഭംഗിയുള്ള കോഴിക്കുട്ടികളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.